ബിസ്ക്കറ്റ് ക്രീം മുകളിൽ കൊക്കോ പൗഡർ. സംഭവം ക്ലാസ് ലുക്കാണ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വഞ്ചനാട് കിച്ചൺ. ഐ ആം ഷെഫ് പിനോജ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണ്. നമുക്ക് അടിപൊളി ഒരു ഡിസേർട്ട് തയ്യാറാക്കാം. മറ്റൊന്നുമല്ല, ഇറ്റാലിയൻ തിരാമിസു. തിരാമിസു വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ തിരാമിസു തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് 6 മുട്ടയുടെ ഉണ്ണി അഥവാ എഗ് യോക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അതിലേക്ക് 200 ഗ്രാം പഞ്ചസാരയും ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്യാനെടുത്ത ബോൾ അല്പം ചെറുതാണ്, അതൊന്ന് മാറ്റി പിടിക്കാം. വേറൊരു ബോളിലോട്ട് മാറ്റാം. എഗ് യോക്ക് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി അല്പം വെള്ളം ഞാനൊരു സോസ് പാനിൽ എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബോൾ ഇറക്കി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മുട്ട ഓവർ കുക്ക് ആകല്ലേ, ഓംലെറ്റ് ആയി പോകല്ലേ. എഗ് യോക്ക് നന്നായിട്ട് ഡബിൾ ബോയിൽ ആയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം, തണുക്കാൻ വെക്കണം. ഇത് കണ്ട നല്ല കസ്റ്റേർഡ് പരുവത്തിലായിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ 68 to 70 ഡിഗ്രിയിൽ വരണം. അപ്പം നല്ലതായിട്ട് മുട്ട നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്കിനി തിരാമിസുവിൻ്റെ ബാക്കി പണി തുടങ്ങാം. തിരാമിസുവിൻ്റെ ബേസ് എന്ന് പറയുന്നത് കോഫി ഫ്ലേവറാണ്. നല്ല കടുപ്പത്തിലൊരു എക്സ്പ്രസോ കോഫി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്സ്പ്രസോ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാടൻ നെസ്കഫെ എടുത്താലും മതി. അതിനകത്ത് നമ്മൾ ടിയ മരിയ എന്ന് പറയുന്നൊരു ലിക്കർ, കോഫി ഫ്ലേവർ ലിക്കറാണ് ചേർക്കുന്നത്. കോഫി ഫ്ലേവർ ലിക്കർ താല്പര്യമില്ലാത്തവർക്ക് നല്ല കടുപ്പത്തിലുള്ള കോഫി തന്നെ മതി. ടിയ മരിയ എന്ന് പറയുന്ന കോഫി ഫ്ലേവർ ലിക്കർ ജമൈക്കയിലാണ് കണ്ടുപിടിച്ചത് 1940. 2005 തൊട്ട് ഇറ്റലിയിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. എന്തായാലും ശരി, ഇതേലൊരു 25 ml ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കോഫി നന്നായിട്ട് തണുത്ത് വരട്ടെ. ആ ടൈമിൽ നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 600 ml ഡബിൾ ക്രീം എടുത്തിട്ടുണ്ട്. ഡബിൾ ക്രീം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ക്രീമൊക്കെ നല്ലതായിട്ട് വിപ്പായിട്ട് വന്നിട്ട് നോക്കി. ഒരു കൺസിസ്റ്റൻസി വരണം. നമ്മളിങ്ങനെ പൊക്കി പിടിച്ചാൽ താഴോട്ട് വീഴല്ലേ. നല്ല സെറ്റായിട്ടുണ്ട്. ഇതാണ് മാസ്കർപോണെ ചീസ്. ഇതൊരു ഇറ്റാലിയൻ സോഫ്റ്റ് ചീസാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം ചീസ് മേടിച്ചാലും മതി. ഞാനിതാണ് പ്രിഫർ ചെയ്യുന്നത്. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ചീസ് മേടിക്കുക. നമ്മുടെ എഗ് യോക്കും തണുത്ത് വന്നിട്ടുണ്ട്. ഈ എഗ് യോക്കും മാസ്കർപോണെ ചീസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാസ്കർപോണെ ചീസ് 2 ഉണ്ട്. 500 ഗ്രാം ഉണ്ട്. 250 ഗ്രാമിൻ്റെ 2 എടുത്തിരിക്കുന്നത്. ഇതുപോലെ ബീറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം. ഇത് കണ്ടോ. ആദ്യം നമ്മൾ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീമിലേക്ക് ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലൊരു സ്പാച്ചില കൊണ്ട് വേണം നമ്മളിത് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ. ഇനിയിപ്പം ബീറ്റർ എടുത്തിട്ടല്ലേ ഓവർ വിപ്പായി പോവും. ഇത് കണ്ടോ, നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇത് കണ്ടോ. ഇപ്പം നമ്മൾ തിരാമിസുവിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിംഗർ സ്പോഞ്ച് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ലേഡി ഫിംഗർ എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലെ ലേഡി ഫിംഗർ അല്ല. ഇതൊരു ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് നമ്മൾ ആ കോഫിയുമായിട്ട് സോക്ക് ചെയ്ത് ആദ്യം ഒരു ലെയർ ഇടും. ഇത് കണ്ടോ, ബിസ്ക്കറ്റ് കണ്ടോ. അല്പം ഷുഗറൊക്കെ കോട്ട് ചെയ്ത ബിസ്ക്കറ്റാണ്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. ആദ്യത്തെ ലെയർ നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം കോഫി സോക്ക് ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയറും ബിസ്ക്കറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്രീം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്ത് നമ്മൾ ക്രീം തേച്ചിട്ടുണ്ട്. നന്നായിട്ട് സ്പാച്ചുല കൊണ്ട് ഷേപ്പ് ചെയ്തിങ്ങെടുക്കാം.
ഇതാ നമ്മുടെ തെറാമിസിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. ഇതാ ഒരു ക്ലീൻ ഫിലിം വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നേരെ ഫ്രിഡ്ജിലോട്ട് പോന്നു. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇതാ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തെറാമിസ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതേ ക്ലീൻ ഫിലിം ഒക്കെ ഒന്ന് മാറ്റണം. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം കൊക്കോ പൗഡർ ഇട്ടാൽ നമ്മുടെ തിറാമിസു റെഡിയാവും. അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇതാ കൊക്കോ പൗഡറൊക്കെ സൈഡിൽ വീണിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. സൈഡൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് നമ്മളിനി ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇതാ നമ്മൾ തിറാമിസു കട്ട് ചെയ്ത് 3 പ്ലേറ്റിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതാ അതിൻ്റെ ലെയറൊക്കെ കണ്ടോ? ബിസ്ക്കറ്റ്, ക്രീം, മുകളിൽ കൊക്കോ പൗഡർ. സംഭവം ക്ലാസ് ലുക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൂടി ഇനി നോക്കാനുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റുമാണ്. ഇതാ ഞാൻ ഈ തിറാമിസു തയ്യാറാക്കിയപ്പോൾ തൊട്ട് ക്യാമറ പോലെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന 3 ഐറ്റംസ് ആയത്. എൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതെങ്ങനെ ട്രൈ ചെയ്യണ്ടേ? ഇഷ്ടമാണോ ജോണിക്കോ? യെസ്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കുന്നില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കുട്ടികൾ പറയും എങ്ങനെ ഉണ്ടെന്ന്. Love it. Let me try some. സംഭവം ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. സിറ്റ് കോഫി ഫ്ലേവർ ആണോ? Coffee and frosting. Coffee and frosting? Yeah. Look, I have the frosting and I taste Yep. frosting. It's good. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിച്ചു കൊടുക്കണം. എന്ത് ചെയ്യണം? ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത ദിവസം കിടിലനൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അപ്പോൾ കട അടയ്ക്കാൻ പോവാണ്. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. സുലൈ.